ഡൽഹിയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു സീറ്റും ജയിച്ചില്ല. BJP എല്ലാം ഒഴിവെടുത്തു. ഈ തവണ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുടെയും മുന്നണി ഡൽഹിയിൽ വന്ന കാരണം ആം ആദ്മിക്ക് 4-ഉം കോൺഗ്രസിന് 3-ഉമാണ്. എല്ലാറ്റും നമ്മളാവുന്നു. കാരണം പ്രതിപക്ഷ വോട്ടിന് നമ്മൾ ഭിന്നിക്കുന്നില്ല. ആ സ്ഥിതിയിൽ അവിടെയും ഡൽഹിയിൽ അതായിരുന്നു പിന്നെ 6ാമത്തെ സീറ്റ് പറയാൻ പറ്റുമോ, ഡൽഹിയിലും അവർക്ക് എല്ലാം കിട്ടി. ഈ തവണ അവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഈ സ്ഥിതിയിൽ എനിക്ക് കാണുന്നത് BJPയുടെ അവസ്ഥ കുറച്ച് മോശമാണ്. അവർ ഒരുപക്ഷെ എല്ലാം വെച്ച് വലിയ പാർട്ടി ആയിരിക്കും. അതുകൊണ്ട് രാഷ്ട്രപതി അവരെ ആദ്യം ചോദിക്കും സർക്കാർ ഉണ്ടാക്കാൻ. പക്ഷെ അവർക്ക് ഉണ്ടാക്കാനൊരു സാധ്യതയുണ്ടോ? മറ്റേ അവരിപ്പം യോജിപ്പില്ലാത്ത ഘടകകക്ഷികൾ ഈ തവണ വരും. എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മൾ 2004-ലും ഇതാ കണ്ടത്. അവരും കോൺഗ്രസിനും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു 2004-ൽ. പക്ഷെ ഘടകകക്ഷി മറ്റ് ചെറിയ പാർട്ടികളൊക്കെ കോൺഗ്രസ് അടുത്താണ് വന്നത്. കാരണം അവർക്ക് വേണ്ടത് ഈ BJPയിൽ വലിയ ആൾക്കാർക്കും വലിയ വിശ്വാസമില്ല കേട്ടോ. പിന്നെ അവരുടെ പെരുമാറ്റം, അവരുടെ അഹങ്കാരം, അവർ നല്ലോണം കാശൊക്കെ ഇറക്കി ചില ഈ ഘടകകക്ഷികളുടെ പാർട്ടി MP-മാരെ തന്നെ അവർ വാങ്ങിക്കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊക്കെ കണ്ടിട്ട് ആരും BJPക്ക് അവസരം കൊടുക്കാൻ ആഗ്രഹിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.